സപ്ലൈകോയിൽ, മാവേലി സ്റ്റോറിൽ എല്ലാ സാധനങ്ങളുടെയും വില ഇരട്ടിയാക്കി. വിലക്കയറ്റം രൂക്ഷമായി. എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ജപ്തി. നമ്മൾ വലിയൊരു പോരാട്ടത്തിലാണ്, വലിയൊരു യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുക. ഈ യുദ്ധം നമുക്ക് ജയിച്ചേ മതിയാവും. എല്ലാവരും തൃശ്ശൂരിലേക്ക് ഉറ്റുനോക്കിയ. അപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾക്കാണ് ഈ കേരളത്തിൽ വർഗീയതയെ കേരളത്തിൻ്റെ മണ്ണിൽ കുഴിച്ചു മൂടുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം. നിങ്ങൾ ആ ചുമതല, ചരിത്രപരമായ ദൗത്യം ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇവിടെ സംഘപരിവാർ മുസ്ലിം പള്ളികളുടെയും ക്രൈസ്തവ ദേവാലയങ്ങളുടെയും അടിത്തറ മാന്താൻ നടക്കുകയാണ്. അതാണ് അവരുടെ ജോലി. അവരുടെ ജോലി ഭരണമല്ല. പ്രിയങ്കരനായ നമ്മുടെ മുൻ ധനകാര്യമന്ത്രി ശ്രീ പി ചിദംബരം കണക്കുകൾ നിരത്തി വെച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തെ മോഡി ഭരണകൂടത്തിന്റെ നേട്ടങ്ങൾ ഇവിടെ എണ്ണി പറഞ്ഞു. എന്താണ് അവർ ചെയ്തതെന്ന് പറഞ്ഞു. അവർക്ക് ഇതാണ് താല്പര്യം. വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നമുക്കിടയിൽ ഇറക്കിവിട്ട് നമ്മളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ജയിക്കാൻ അവർ ശ്രമിക്കുമ്പോൾ ജനാധിപത്യവും മതേതരത്വവും എന്നുള്ള വാക്കുകൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചോരയിൽ എഴുതി വെച്ച വാക്കുകളാണ് എന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ പൂർവികർ അവർ ജീവൻ സമർപ്പിച്ച് നേടിയ ഈ മഹത്തായ ഇന്ത്യ എന്നുള്ള ആശയത്തെ നിലനിർത്താനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വം മുഴുവൻ നമ്മൾ ഏറ്റെടുക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുക. കേരളത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതച്ച, പെൺകുട്ടികളെ പോലും വെറുതെ വിടാത്ത നമ്മുടെ 100 കണക്കിന് ചെറുപ്പക്കാരെ പോലീസിനെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും ക്രൂരമായി വേട്ടയാടിയ പിണറായി ഭരണത്തിന് താക്കീത് കൊടുക്കാൻ വേണ്ടി കൂടിയുള്ള അവസരമാക്കി നിങ്ങൾ മാറ്റണം. ഈ കേരളത്തെ ഉടിന്റെ തറവാടാക്കി മാറ്റിയ സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. അഴിമതിക്കാർ കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ 1 വർഷക്കാലം കൊണ്ട് ഇവർ നൽകിയ സമ്മാനം എന്തൊക്കെയാണ്? 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, വെള്ളക്കരം കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, ഇന്ധന നികുതി കൂട്ടി, എല്ലാ സർവീസ് ചാർജുകളും വർദ്ധിപ്പിച്ചു. ഇന്നലെ അവസാന ദിവസം സപ്ലൈകോയിൽ, മാവേലി സ്റ്റോറിൽ എല്ലാ സാധനങ്ങളുടെയും വില ഇരട്ടിയാക്കി. വിലക്കയറ്റം രൂക്ഷമായി. എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ജപ്തി. ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെട്ട വർഷമാണ് ഈ കഴിഞ്ഞു പോയതെന്ന് നിങ്ങൾ അറിയണം. മനുഷ്യന്റെ സങ്കടങ്ങൾ ഞങ്ങൾ രാവിലെ ജനകീയ ചർച്ചാ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ, കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ പങ്കെടുക്കുമ്പോൾ ഉള്ള വിതുമ്പലുകൾ, സങ്കടങ്ങൾ, നിലവിളികൾ കേരളം എങ്ങോട്ട് പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചികയായി ഞങ്ങൾ കണക്കാക്കും. നമുക്ക് കേരളത്തെ രക്ഷിക്കണം, നമ്മുടെ രാജ്യത്തെ രക്ഷിക്കണം. അതിനുവേണ്ടി നമ്മൾ നടത്താൻ പോകുന്ന ഈ മഹായുദ്ധത്തിൽ പോരാളികളെ പോലെ, വീറുറ്റ പോരാളികളെ പോലെ അണിനിരന്ന് ഈ യുദ്ധം ജയിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ യുദ്ധം നമുക്ക് ജയിച്ചേ മതിയാകും എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.